بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 4ാം ക്ലാസ്സിലെ അഖ്ലാഖിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം. 7 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ ഓപ്ഷൻസുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ എല്ലാതും ചെയ്യുന്ന പോലെ ചോദ്യങ്ങൾ വായിച്ചു നോക്കുക, കൂടെ ഉത്തരങ്ങളും കൂടി കൂട്ടി യോജിപ്പിച്ച് വായിച്ചു നോക്കുക. ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരങ്ങൾ ഓരോ ചോദ്യങ്ങളുടെയും നേരെടുത്ത് എഴുതുക. നമുക്ക് ബ്രാക്കറ്റിലുള്ള ഓപ്ഷൻസിലൊന്ന് വായിച്ചു നോക്കുക. ആദ്യം ഖാറൂൻ, ഇഷ്ടപ്പെടും, നന്മകളാണ്, വെറുക്കും, ഇരുളായിരിക്കും, മുസാഫഹത്ത്, ദൂർത്ത്. ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ടുള്ളത്. ഇനി ചോദ്യങ്ങൾ ഏതാ? 1, സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം മനസ്സിൽ വരും. സ്വർഗത്തേക്ക് നമ്മെ എന്താണ് കൊണ്ടുപോകുക? നന്മകളാണ്. 3ാമത്തെ ഓപ്ഷൻ അതാ, നന്മകളാണ്. അതാണ് അതിൻ്റെ ആൻസർ. 2ാമത്തെ എന്താ? സമ്പത്തും സ്വാധീനവും കൊണ്ട് അഹങ്കാരിയായവൻ. സമ്പത്തും സ്വാധീനവും കൊണ്ട് അഹങ്കാരിയായ ഒരു മനുഷ്യനെ കുറിച്ച് കണ്ട് നമ്മൾ പഠിച്ചല്ലോ. മൂസാ നബിൻ്റെ കാലത്ത് ജീവിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഖജനാവുകളുടെ താക്കോല് ചുമക്കാൻ തന്നെ അനേകം ഒട്ടകങ്ങൾ വേണ്ടിയിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. ആരാണത്? ഇവിടെ 1ാമത്തെ ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ, ഖാറൂൻ. സമ്പത്തും സ്വാധീനവും കൊണ്ട് അഹങ്കാരിയായവൻ ഖാറൂൻ. ഇനി 3, കിബിറുള്ളവരെ എല്ലാവരും. കിബിർ പറഞ്ഞാൽ അഹങ്കാരമുള്ള മനുഷ്യന്മാരെല്ലാവരും എന്താ ചെയ്യുക? വെറുക്കും എന്നതാ ഓപ്ഷൻസിലുണ്ടല്ലോ. അതാണ് അതിൻ്റെ ആൻസർ, വെറുക്കും. കിബിറുള്ളവരെല്ലാവരും വെറുക്കും. 4ാമത്തെ ചോദ്യം എന്താ? വിനയമുള്ളവരെ എല്ലാവരും എന്താ ചെയ്യുക? വിനയമുള്ളവരെല്ലാവരും ഇഷ്ടപ്പെടും. അതാണ് അതിൻ്റെ ആൻസർ. കിബിറുള്ളവരെല്ലാവരും വെറുക്കും, വിനയമുള്ളവരെല്ലാവരും ഇഷ്ടപ്പെടും. 5ാമത്തെ ചോദ്യം എന്താ? അക്രമം അന്ത്യദിനത്തിൽ ഡാഷ്. അക്രമം അന്ത്യദിനത്തിൽ എന്തായിരിക്കും? മുകളിൽ ബ്രാക്കറ്റിലുണ്ട്, ഇരുളായിരിക്കും. അതാണ് ആൻസർ. അക്രമം അന്ത്യദിനത്തിൽ ഇരുളായിരിക്കും. 6ാമത്തെ ചോദ്യം എന്താ? അനാവശ്യമായി ധനം ചെലവഴിക്കലാണ്. അനാവശ്യമായി ഒരാവശ്യമില്ലാതെ ധനം ഇങ്ങനെ ചെലവഴിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? അതിൻ്റെ ഓപ്ഷൻസിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ധൂർത്ത്. അനാവശ്യമായി ധനം ചെലവഴിക്കലാണ് ധൂർത്ത്. ഇനി 7ാമത്തെ എന്താ? സലാം പറയുമ്പോൾ സുന്നത്താണ്. നമ്മൾ സലാം പറയുമ്പോൾ ആ സലാം പറയുന്നതിൻ്റെ കൂടെ സുന്നത്തായ ഒരു കാര്യം കൂടി ഉണ്ട്. സലാം പറയുമ്പോൾ കൈപിടിക്കുക. അപ്പോൾ അതിന് പറയുന്ന പേരാണ് മുസാഫഹത്ത്. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. സലാം പറയുമ്പോൾ സുന്നത്താണ് മുസാഫഹത്ത്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1, സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. അതിനോട് യോജിക്കുന്ന ഉത്തരം നന്മകളാണ്. 2, സമ്പത്തും സ്വാധീനവും കൊണ്ട് അഹങ്കാരിയായവൻ. എന്നോട് യോജിക്കുന്നത് ഖാറൂൻ. 3, കിബറുള്ളവരെ എല്ലാവരും. എന്നോട് യോജിക്കുന്നത് വെറുക്കും. 4, വിനയമുള്ളവരെ എല്ലാവരും. എന്നോട് യോജിക്കുന്നത് ഇഷ്ടപ്പെടും. 5, അക്രമം അന്ത്യദിനത്തിൽ. എന്നോട് യോജിക്കുന്നത് ഇരുളായിരിക്കും. 6, അനാവശ്യമായി ധനം ചെലവഴിക്കലാണ്. എന്നോട് യോജിക്കുന്നത് ധൂർത്ത്. 7, സലാം പറയുമ്പോൾ സുന്നത്താണ്. എന്നോട് യോജിക്കുന്നത് മുസാഫഹത്ത്. ഇനി 2ാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. 3 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് എഴുതി കൊടുക്കുക. 1ാമത്തെ ചോദ്യം ഹസദ്. ഹസദ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതി കൊടുക്കുക. ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയ. അസൂയ എന്ന് എഴുതിയേക്കും പല കുട്ടികളും. അതുപോലെ അതിൻ്റെ നിർവചനമാണ് എഴുതി കൊടുക്കുന്നത്. വ്യക്തമാക്കാം. മാർക്കൊക്കെ നോക്കിയിട്ട് വേണം ആൻസറുകൾ എഴുതാൻ. എന്താണ് ഹസദ് എന്ന് പറഞ്ഞാൽ? തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ്. അതാണ് ഹസദ്. തൻ്റെ സഹോദരൻ അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കൽ. 2, ലഹരിയും ബുദ്ധിയും മനുഷ്യരിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ. ലഹരിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ലഹരിയും ബുദ്ധിയും മനുഷ്യരിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്താണ്? മനുഷ്യനെ മനുഷ്യനാക്കുന്നതാണ് ബുദ്ധി, ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ലഹരി. ഇനി 3ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ പറയാറുണ്ടായിരുന്ന ആശ്വാസവാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ വാക്ക് പറയാറുണ്ടായിരുന്നല്ലോ. എന്താണത്? ലാ ബഅസ ത്വഹൂറൻ ഇൻഷാ അല്ലാഹ്. ലാ ബഅസ ത്വഹൂറൻ ഇൻഷാ അല്ലാഹ്. ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു. 1, ഹസദ്. അതിൻ്റെ ഉത്തരം തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ്. 2, ലഹരിയും ബുദ്ധിയും മനുഷ്യരുണ്ടാക്കുന്ന മാറ്റങ്ങൾ. അതിൻ്റെ ഉത്തരം മനുഷ്യനെ മനുഷ്യനാക്കുന്നതാണ് ബുദ്ധി, ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ലഹരി. ഇനി 3ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ പറയാറുണ്ടായിരുന്ന ആശ്വാസവാക്ക്. അതിൻ്റെ ഉത്തരം ലാ ബഅസ ത്വഹൂറുൻ ഇൻഷാ അല്ലാഹ്.
മൂന്നാമത്തെ ആക്ടിവിറ്റി 2 എണ്ണം വീതം എഴുതാം. ഇവിടെ 2 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഒന്ന്, അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. 2 എണ്ണം വീതം എഴുതാനാണ് എങ്കിലും പുസ്തകത്തിൽ അല്പം കുറേ പറയുന്നുണ്ടാവും. നമ്മളത് മുഴുവനായിട്ട് പഠിക്കുക. ഏത് രൂപത്തിലും ചോദ്യം വരാം. എന്താണ് അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ? നമ്മൾ പാഠം 12 പുഞ്ചിരിക്കാത്തവർ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് പഠിച്ചല്ലോ. വലിയവനാണെന്ന് നടിച്ച് ഗമയിൽ നടക്കുക. പിന്നെ മറ്റൊന്ന്, മറ്റുള്ളവരെ നിസ്സാരമായി കാണുക. മറ്റൊന്ന്, ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുക. പിന്നെ പൊങ്ങച്ചം പറയുക. ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം, വിനാശകരമായ 7 പാപങ്ങൾ. നമ്മൾ അതിനെക്കുറിച്ചെങ്ങാണ്ട് പാഠം 13 പഠിച്ചു. വിനാശകരമായ 7 കുറ്റങ്ങൾ എന്നുള്ള ആ പാഠത്തിൽ നമ്പർ ഇട്ട് പഠിച്ചിട്ടുണ്ട്. 7 കുറ്റങ്ങൾ ഏതൊക്കെയാണത്? 1, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക. 2, സിഹർ അഥവാ മാരണം ചെയ്യുക. 3, അള്ളാഹു കൊല്ലൽ ഹറാമാക്കിയ ശരീരത്തെ ഹക്ക് കൂടാതെ കൊല്ലുക. 4, പലിശ തിന്നുക. 5, അനാഥകളുടെ ധനം ഭക്ഷിക്കുക. 6, ഘോര സമരത്തിൽ നിന്ന് പിന്നോട്ടോടുക. 7, സജ്ജനങ്ങളായ സത്യവിശ്വാസിനികളെ വ്യഭിചാരാരോപണം നടത്തുക. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത്. മുഴുവനായിട്ട് നമ്മൾ പഠിക്കണം. ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു. 1, അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. 1, വലിയവനാണെന്ന് നടിച്ചു ഗമയിൽ നടക്കുക. 2, മറ്റുള്ളവരെ നിസ്സാരമായി കാണുക. രണ്ടാമത്തെ ചോദ്യം, വിനാശകരമായ 7 കുറ്റങ്ങൾ. ഉത്തരം 1, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക. 2, സിഹർ അഥവാ മാരണം ചെയ്യുക. നാലാമത്തെ ആക്ടിവിറ്റി, പോസ്റ്റർ തയ്യാറാക്കാം. എന്തിനെക്കുറിച്ചുള്ള പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടതെന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തിനെക്കുറിച്ച്? കള്ളുകുടിയുടെ വിപത്തിനെക്കുറിച്ച് 3 ഉദാഹരണങ്ങൾ. കള്ളുകുടിയുടെ വിപത്തിനെക്കുറിച്ച് കണ്ടുള്ള 3 ഉദാഹരണങ്ങൾ ഒരു പോസ്റ്ററായിട്ട് അവിടെ എഴുതാണ്. പോസ്റ്ററായിട്ട് എഴുതാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, അത് എഴുതി കൊടുത്താൽ മതി. എന്തൊക്കെ എഴുതാം? അതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ 10ാമത്തെ പാഠം ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടവർ എന്നുള്ള ആ പാഠത്തിൽ ആദ്യ ഭാഗത്ത് തന്നെ അതിൻ്റെ ഉത്തരം വരുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ എങ്ങനെ ആൻസർ എഴുതാം? കള്ളുകുടിയൻ. കുറേ കാര്യങ്ങൾ എഴുതാം. കള്ളുകുടിയൻ എന്തും പറയും, അങ്ങനെ പറ്റുമല്ലോ. പിന്നെ അതേപോലെ തന്നെ കള്ളുകുടിയൻ എന്തും ചെയ്യും. പിന്നെ കള്ളുകുടിയൻ എത്ര വൃത്തികെട്ട സ്ഥലത്തും ഇരിക്കും. കള്ളുകുടിയൻ വീട്ടിലുള്ളവരെ ദ്രോഹിക്കും. പിന്നെ കള്ളുകുടിയൻ നാട്ടുകാരെ ചീത്ത വിളിക്കും. പിന്നെ കള്ളുകുടിയൻ ഏത് കുറ്റവും ചെയ്യും. ഇങ്ങനെ ഏതും എഴുതാം. ഇവിടെ 3 ഉദാഹരണങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. കള്ളുകുടിയൻ വീട്ടിലുള്ളവരെ ദ്രോഹിക്കും. കള്ളുകുടിയൻ നാട്ടുകാരെ ചീത്ത വിളിക്കും. കള്ളുകുടിയൻ ഏത് കുറ്റവും ചെയ്യും. ഇനി 5ാമത്തെ ആക്ടിവിറ്റി, ആലോചനയിലൂടെ കണ്ടെത്തി എഴുതാം. എന്താണ് എഴുതേണ്ടത്? കൂട്ടുകാരനോട് നിങ്ങൾക്ക് കൽപ്പിക്കാവുന്ന 3 നന്മകൾ. നമ്മൾ നന്മകളുമായി ബന്ധപ്പെട്ട കുറേ പാഠങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ 3 എണ്ണം എഴുതി കൊടുത്താൽ മതി. എന്തൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം? 1, അയൽവാസികൾക്ക് നന്മ ചെയ്യാൻ. അത് നമുക്ക് കൽപ്പിക്കാലോ, അത് എഴുതാം. പിന്നെ ആരോടും കിബർ കാണിക്കാതിരിക്കാൻ. അത് നന്മയാണല്ലോ, നല്ലൊരു കാര്യമല്ലേ, അപ്പോൾ അത് എഴുതാം. പിന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാൻ, അതിന് കൽപ്പിക്കാം. പിന്നെ ആരെയും ആക്രമിക്കാതിരിക്കാൻ, അതിന് കൽപ്പിക്കാം. പിന്നെ ആരോടും അസൂയ വെക്കാതിരിക്കാൻ, അത് കൽപ്പിക്കുക. പിന്നെ വിരുന്നുകാരെ സൽക്കരിക്കാൻ. ഇങ്ങനെ കുറേ നന്മകളെക്കുറിച്ച് നമ്മൾ പാഠഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതാണ് വേണ്ടത്. ഉത്തരങ്ങൾ ഒന്നും കൂടി പറയുന്നു. കൂട്ടുകാരനോട് നിങ്ങൾക്ക് കൽപ്പിക്കാവുന്ന 3 നന്മകൾ. 1, അയൽവാസികൾക്ക് നന്മ ചെയ്യാൻ. 2, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാൻ. 3, ആരോടും അസൂയ വെക്കാതിരിക്കാൻ. 6ാമത്തെ ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. ഇവിടെ 3 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. 1ാമത്തെ ചോദ്യം, ജീവനുള്ള മൃതദേഹങ്ങളാണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? നമ്മൾ അവസാന പാഠത്തിൽ പഠിച്ചല്ലോ, ജീവനുള്ള മൃതദേഹങ്ങൾ എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അതിൻ്റെ ഉത്തരം, നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവരെക്കുറിച്ചാണ് ജീവനുള്ള മൃതദേഹങ്ങൾ എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവർ. 2, ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ കുടുംബക്കാരെ പ്രത്യേകം പരിഗണിക്കണം. കാരണമെന്ത്? നമ്മൾ സ്വതക്കളൊക്കെ കൊടുക്കുമ്പോൾ, ദാനധർമ്മങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുടുംബക്കാരെ അവർക്ക് പ്രത്യേകമായിട്ട് കൊടുക്കണം. എന്താണ് അങ്ങനെ പരിഗണിക്കാൻ കാരണം? ഉത്തരം, ദാനം കൊടുത്ത കൂലിക്ക് പുറമെ
കുടുംബബന്ധം ചേർത്ത കൂലിയും ലഭിക്കും. ദാനം കൊടുത്ത കൂലിക്ക് പുറമെ കുടുംബബന്ധം ചേർത്ത കൂലിയും കൂടി ലഭിക്കുമല്ലോ. അതുകൊണ്ടാണ് ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ കുടുംബക്കാരെ പ്രത്യേകം പരിഗണിക്കണമെന്ന് പറയാൻ കാരണം. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? അസൂയാലു എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അസൂയുള്ള മനുഷ്യന്മാർ, ഹസദുള്ള ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുക? എങ്ങനെയാണ് ചിന്തിക്കുക? നല്ലതെല്ലാം തനിക്ക് മാത്രം, മറ്റുള്ളവർക്കൊരു നന്മയുണ്ടാവരുത്, എല്ലാ നല്ല കാര്യങ്ങളും എനിക്ക് വേണം, ബാക്കിയുള്ളവർക്കൊന്നും ഉണ്ടാവരുത്. നമുക്കങ്ങനെ എഴുതാം. നമുക്കെങ്ങനെ അത് എഴുതാം? നല്ലതെല്ലാം തനിക്ക് മാത്രം, മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാവരുത്. ഉത്തരങ്ങളൊന്നുകൂടി പറയാം. ഒന്നാമത്തെ ചോദ്യം, ജീവനുള്ള മൃതദേഹങ്ങളാണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം, നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവരെക്കുറിച്ച്. 2, ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ കുടുംബക്കാരെ പ്രത്യേകം പരിഗണിക്കണം, കാരണമെന്ത്? അതിൻ്റെ ഉത്തരം, ദാനം കൊടുത്ത കൂലിക്ക് പുറമെ കുടുംബബന്ധം ചേർത്ത കൂലിയും ലഭിക്കും. 3, അസൂയാലു എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഉത്തരം, നല്ലതെല്ലാം തനിക്കു മാത്രം, മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാവരുത്. 7ാമത്തെ ആക്ടിവിറ്റി, ക്രമത്തിലാക്കാം. ഇവിടെ ഒരു സെൻറ്റൻസ് ഓർഡർ തെറ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓർഡർ ഒന്ന് കൃത്യമാക്കി കൊടുക്കാനാണ്. എന്താണ്? സലാം പ്രതിഫലം മടക്കിയവനേക്കാൾ കൂടുതൽ പറഞ്ഞവനാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് എന്ന്. എങ്ങനെയത് നമുക്ക് ഓർഡർ ആക്കാം? ആദ്യം ഇത് കൊടുക്കാം, മടക്കിയവനേക്കാൾ. പിന്നെ ഇത് കൊടുക്കാം, രണ്ടാമതായിട്ട് സലാം, മൂന്നാമതായിട്ട് പറഞ്ഞവനാണ്, നാലാമതായിട്ട് കൂടുതൽ, അവസാനം പ്രതിഫലം. അപ്പം എങ്ങനെ വരും? മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം. ഉത്തരം ഒരു വട്ടം കൂടി പറയാം. മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.